everyone, welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. സോ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് കാണുന്നത്. And today we are going to discuss a very important chapter in your upcoming examination, which is the School for Sympathy. നമ്മുടെ പബ്ലിക് എക്സാമിൽ എന്തായാലും ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്ന ഒരു ഗംഭീരമായ ചാപ്റ്ററാണ് ദ സ്കൂൾ ഫോർ സിമ്പതി. സോ എന്താണ് ഈ ചാപ്റ്റർ എന്ന് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ശ്രദ്ധിച്ചിരുന്നോളൂ. സോ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയത് EV ലൂക്കാസ് ആണ്. ആ പേര് മാത്രം മക്കളൊന്ന് ഓർമ്മിച്ച് വെക്കാം. എന്താണ് ഈ കഥ, എന്താണ് ഈ സ്കൂൾ, ഏതാണ് ഈ സ്കൂൾ, എന്തുകൊണ്ടാണ് ഈ സ്കൂളിനെ സ്കൂൾ ഫോർ സിമ്പതി എന്ന് വിളിക്കുന്നത്? ലെറ്റ്സ് സീ. നോക്കൂ, ഇത് നമുക്ക് കുറച്ച് സബ് ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ നിങ്ങൾ ആദ്യം ഓർമ്മിച്ച് വെക്കേണ്ടത്, നമ്മുടെ റൈറ്റർ അതായത് EV ലൂക്കാസ് സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറഞ്ഞ ആ സ്കൂൾ എന്ത് ചെയ്യുന്നു, സന്ദർശിക്കുന്നു, വിസിറ്റ് ചെയ്യുന്നു. സോ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. The writer had heard a lot about Miss Beam's School for Sympathy. സോ ആ സ്കൂളിന്റെ പേര് സ്കൂൾ ഫോർ സിമ്പതി എന്നാണ്. ആരുടെയാണ് ആ സ്കൂള്? മിസ് ബീമിന്റെ നേതൃത്വത്തിലാണ്. സോ ഈ മിസ് ബീമിന്റെ സ്കൂൾ ഫോർ സിമ്പതിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ നറേറ്റർ, റൈറ്റർ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ one day he got the chance to visit it. ഒരു ദിവസം ഈ സ്കൂൾ സന്ദർശിക്കാനുള്ള ഒരു ചാൻസ്, ഒരു അവസരം ആർക്ക് കിട്ടുകയാണ്? EV ലൂക്കാസിന് കിട്ടുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. Then he saw a 12-year-old girl whose eyes were covered with a bandage and an 8-year-old boy was leading her carefully between the flower beds. So സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ EV ലൂക്കാസ് കാണുന്ന കാഴ്ച ഭയങ്കര സ്ട്രേഞ്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്താണ്? ഒരു 12 വയസ്സുള്ള കുട്ടി, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഐസ്, കണ്ണുകള് ഒരു ബാൻഡേജ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ ഫ്ലവർ ബെഡ്സിന്റെ ഇടയിലൂടെ, അതായത് ഈ പൂക്കളുടെ ഇടയിലൂടെ, പൂക്കളുടെ കൂട്ടത്തിനിടയിലൂടെ ആര് ലീഡ് ചെയ്യുന്ന, ആര് നയിക്കുന്നുണ്ട്? ഒരു ചെറിയ ചെക്കൻ, ഒരു 8 വയസ്സുള്ള ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? അവളെ ലീഡ് ചെയ്ത് പോവാണ്. ഇതിലേക്ക് ചിന്തിക്കണം, എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, എന്താണ്, ആരാണ് ഇവര്? The author met Miss Beam. സോ അങ്ങനെ ഓഥർ നേരെ ആരെ കാണുകയാണ്? മിസ് ബീമിനെ കാണുകയാണ്. അതായത് ഈ സ്കൂളിന്റെ പാട്രൺ, രക്ഷാധികാരിയെ കാണുകയാണ്. She was a middle-aged, authoritative, kind and understanding lady. സോ ഞാൻ ആ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വേറെ കളറില്. സോ മിസ് ബീമിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം എന്താണ്? ഷീ വാസ് എ മിഡിൽ ഏജ്, മധ്യവയസ്കയായ ഒരു 40-45 വയസ്സ് പ്രായമൊക്കെ ഉണ്ടാവും. പിന്നെയോ അതോറിറ്റേറ്റീവ് ആണ്, അല്ലെ? ഭയങ്കര എന്താണ്, ഒരു സുപ്രീമസി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കാര്യങ്ങളൊക്കെ നോക്കുന്ന, എല്ലാ കാര്യങ്ങളും അണ്ടർ കൺട്രോളിലായിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ലേഡിയാണ്. ഇനിയോ പക്ഷെ അതേസമയം അവർ എന്താണ്? കൈൻഡ് ആണ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണ്. He asked her questions about her way of teaching. നമ്മുടെ EV ലൂക്കാസ് മിസ് ബീബിനോട് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കൂളിലെ വേ ഓഫ് ടീച്ചിങ്, എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളിവിടെ കരിക്കുലം ട്രാൻസാക്ട് ചെയ്തത് എന്നൊക്കെ EV ലൂക്കാസ് ആരോട് ചോദിക്കുന്നു? മിസ് ബീബിനോട് ചോദിക്കുന്നു. The teaching methods are very simple. നമ്മുടെ സ്കൂൾ ഫോർ സിമ്പതി, ആ സ്കൂളിലെ ടീച്ചിങ് മെത്തേഡ്സ്, പഠന രീതികള് ഭയങ്കര സിമ്പിൾ ആണ്. എന്താന്ന് നോക്കിയോ? They teach simple and useful things to pupils. പ്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ അറ്റൻഡൻസ് രജിസ്റ്ററിന് മുമ്പിൽ എന്തുള്ളത്? പ്യൂപ്പിൾസ് രജിസ്റ്റർ എന്നുള്ളത്, അല്ലെ? അപ്പോ അവരെന്താ പഠിപ്പിക്കുന്നത്? അവര് സിമ്പിൾ ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ഏറ്റവും ലളിതമായിട്ടുള്ള, ഉപകാരപ്രദമായ കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ലൈക്ക് എന്തുപോലത്തെ? സ്പെല്ലിംഗ് പോലെ. സ്പെല്ലിംഗ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയോ ആഡിങ്, നമ്പേഴ്സ് കൂട്ടുന്നത്, സബ്ട്രാക്റ്റിംഗ്, നമ്പേഴ്സ് കുറയ്ക്കുന്നത്, മൾട്ടിപ്ലൈയിങ്, ഗുണിക്കുന്നത്, എഴുതുന്നത്, റൈറ്റിംഗ്, ഇതുപോലെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. All the other things are taught by reading and through interesting tasks. അതായത് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ ലൈഫ് സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് ലൈഫ് സ്കിൽസ് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യണം, നമ്മൾ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്? ടീച്ചിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ടോട്ട് ബൈ റീഡിങ്, വായനയിലൂടെ, പിന്നെയോ ത്രൂ ഇൻട്രസ്റ്റിംഗ് ടാസ്ക്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ, ടാസ്കിലൂടെയാണ്. The real aim of Miss Beam School is to teach. ഓർമ്മിച്ച് വെക്കണേ, മിസ് ബീം എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഈ സ്കൂൾ ഉണ്ടല്ലോ, സ്കൂൾ ഫോർ സിമ്പതി, ആ സ്കൂളിന്റെ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് പഠിപ്പിക്കലാണ്? കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് റോട്ട് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യലാണോ? അബ്സല്യൂട്ട്ലി അല്ല. പിന്നെ എന്താണ്? അവര്
തോട്ട്ഫുൾനെസ്സും ഹ്യൂമാനിറ്റിയും കൈൻഡ്നെസ്സും സിറ്റിസൺഷിപ്പുമാണ് പഠിപ്പിക്കുന്നത്. എന്താണ് തോട്ട്ഫുൾനെസ്? എന്താ തോട്ട്ഫുൾനെസ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കുറിച്ച് എന്ത് ബോധമുള്ളവര്, ചിന്തയുള്ളവരാവുക. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ആലോചിച്ചാൽ പോരാ, നമ്മൾ നമ്മുടെ ഫെലോ ബീങ്സിനെ കുറിച്ച്, നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച്, നമ്മുടെ നേച്ചറിനെ കുറിച്ച് തോട്ട്ഫുൾ ആയിരിക്കണം, ബോധമുള്ള ആൾക്കാരായിരിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം. പിന്നെയോ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, അല്ലേ? അത് പലപ്പോഴും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. നമ്മളത് പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴും അതൊരു സബ്ജക്റ്റ് അല്ല, അതിനെ കൃത്യമായി പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ ഹ്യൂമാനിറ്റി പഠിപ്പിക്കുന്നില്ല, മനുഷ്യത്വം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെയോ കൈൻഡ്നെസ്, ദയ പഠിപ്പിക്കുന്നുണ്ട് ആളുകളോട്. അല്ലെ, നമ്മൾ പറയാറുണ്ട് ബി കൈൻഡ് ടു പീപ്പിൾ. ആളുകളോട് എന്തായിരിക്കുക? ദയുള്ള ആളുകളായിരിക്കുക. നോ മാറ്റർ വാട്ട്, എന്തായാലും നിങ്ങൾ ആളുകളോട് എന്ത് കാണിക്കുക? കൈൻഡ്നെസ് കാണിക്കുക. സോ ഇവിടെ കുട്ടികളെ കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെയോ സിറ്റിസൺഷിപ്പ്, പൗരബോധം. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ബോധമാണ് സിറ്റിസൺഷിപ്പ്, പൗരബോധം. നമ്മൾ ഈ രാജ്യത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസ് ആണ്. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മളോട്, ആളുകളോട്, നമ്മുടെ സൊസൈറ്റിയോട് എന്നൊക്കെ പഠിക്കല് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇതൊക്കെയാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ദെൻ she wanted to make them helpful and sympathetic citizens. അല്ലേ, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഹെൽപ്ഫുൾ ആവണമെന്ന്. എന്താണ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവർക്ക് സഹായകരമാവണമെന്ന്. പിന്നെയോ സിമ്പത്തറ്റിക് ആവണം, മറ്റുള്ള ആളുകളുടെ ഇമോഷനോട്, അവരുടെ അവസ്ഥയോട് കരുണയുള്ള, ആർദ്രതയുള്ള, അത് കൺസിഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറണമെന്നാണ് മിസ് ബീവിന്റെയും ആ സ്കൂളിന്റെയും ഉദ്ദേശം. ഇനി നോക്കൂ, ഷീ ആഡഡ് ദാറ്റ്, അവൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, parents send their children to her school gladly. പലപ്പോഴും ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ പാരന്റ്സ് കുട്ടികളെ ചേർക്കില്ല. കാരണം നമ്മളെല്ലാവരും എന്തൊക്കെയോ കാര്യത്തിന് പിന്നാലെയുള്ള ഓട്ടത്തിലാണ്, നമ്മളൊരു റേസിലാണ്. പക്ഷെ ഇവിടെ പറയുന്നു, മിസ് ബി പറയാണ്, ഞങ്ങളുടെ സ്കൂളിലേക്ക് കുട്ടികളെ പാരന്റ്സ് വിടുന്നത് വളരെ ഗ്ലാഡ്ലി, ഹാപ്പിലി, സന്തോഷത്തോടെയാണ്. ഷീ ദെൻ ആസ്ക്ഡ് ദ റൈറ്റർ ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. ഇതൊക്കെ പറഞ്ഞിട്ട്, നോക്കൂ ഇ.വി. ലൂക്കാസ്, നിങ്ങൾ ഈ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ട്, സ്കൂളിലെ കാഴ്ചകളിലേക്ക് നോക്കൂ എന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് ഒന്നാമത്തെ പാട്ട്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഇടാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് അടുത്ത പാട്ടോട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം, ഒരു കമന്റ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ലീവ് ചെയ്യുക. ഓക്കെ, സോ ഐ വിൽ ബി സൂപ്പർ ഹാപ്പി ടു റീഡ് ദാറ്റ്. ഇനി നോക്കൂ, ഇതിന്റെ രണ്ടാമത്തെ പാട്ട് എന്ന് വെച്ചാൽ ദ റൈറ്റർ വിസിറ്റ്സ് ദ സ്കൂൾ ഫോർ സിമ്പത്തി. സോ റൈറ്റർ ആക്ച്വലി സ്കൂൾ ഫോർ സിമ്പത്തിയിലെ കാഴ്ചകൾ കാണാണ്. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ദ ഓതർ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഓതർ ആ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കി. ഹി സോ എ ലാർജ് ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. എന്താണ് കാണുന്നത്? ഒരു വലിയ ഗാർഡൻ, ഒരു വലിയ പൂന്തോട്ടവും അതിനടുത്ത് ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് കാണുന്നു. മെനി ചിൽഡ്രൻ വർ പ്ലേയിങ് ദർ. ഒരുപാട് കുട്ടികൾ അവിടുന്ന് കളിക്കുന്നുണ്ട്. He told Miss Beam that he felt sorry for the physically handicapped. നോക്കൂ, അവിടെ കളിക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ അവിടെ കളിക്കാതെ മാറി നിൽക്കുന്ന കുറച്ച് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, ശാരീരിക പ്രശ്നങ്ങളുള്ള, വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇ.വി. ലൂക്കാസ്, നമ്മുടെ റൈറ്റർക്ക് സങ്കടമാവാണ്. അപ്പൊ റൈറ്റർ മിസ് ബീമിനോട് പറയുന്നുണ്ട്, എന്താ? ഹി ഫെൽറ്റ് സോറി മീൻസ് സങ്കടം തോന്നി. ആരോട്? ഫോർ ദ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ശാരീരിക വൈകല്യങ്ങളുള്ള ഇവിടേക്ക് ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരോട് എനിക്ക് വലിയ സിമ്പതി ഉണ്ട് എന്ന് ഇ.വി. ലൂക്കാസ് മിസ് ബീമിനോട് പറയുന്നു. മിസ് ബീം ലാഫ്ഡ് അറ്റ് ഇറ്റ്. ഇത് കേട്ടപ്പോൾ മിസ് ബീം എന്ത് ചെയ്തു? ചിരിച്ചു. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നോക്കാം എന്താ ചിരിച്ചെന്ന്. ദെൻ ഷീ എക്സ്പ്ലെയിൻ ദ സിസ്റ്റം. അപ്പോഴാണ് ഇ.വി. ലൂക്കാസിനോട് മിസ് ബീം ആ സ്കൂളിലെ സിസ്റ്റത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇലാബറേറ്റ് ചെയ്യുന്നത്. എന്താണ് ആ സ്കൂളിലെ സിസ്റ്റം എന്ന് കേൾക്കണോ? നോക്കാം. ടു മേക്ക് ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് മിസ്ഫോർച്യൂൺ. അതായത് കുട്ടികളെ മിസ്ഫോർച്യൂണിനെ കുറിച്ച്, ആളുകളുടെ, തന്റെ ഫെലോ ബീയിങ്സിന്റെ, തന്റെ കൂടപ്പിറപ്പുകളെ, തന്റെ സൊസൈറ്റിയിലുള്ള ആളുകളുടെ മിസ്ഫോർച്യൂണിനെ കുറിച്ച്, ദുരവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ച്, മിസ്ഫോർച്യൂണിനെ കുറിച്ച് മനസ്സിലാക്കിക്കാൻ വേണ്ടി they were made to have experiences of misfortune. അവർക്ക് ഈ മിസ്ഫോർച്യൂണിന്റെ അനുഭവങ്ങൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഒരു കണ്ണ് കാണാത്ത ആളുടെ വിഷമം മനസ്സിലാവുക? നമുക്ക് കണ്ണ് കാണാതാവുന്ന ഒരു കാലത്താണ്. നമുക്ക് എപ്പോഴാണ് ഒരു കൈ പോയവന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റുക? നമുക്കൊരു കൈ ഉപയോഗിക്കാൻ പറ്റാത്ത കാലത്താണ്. നമ്മളിത് എത്ര പറഞ്ഞാലും, നമ്മളിത് എത്ര വായിച്ചു കൊടുത്താലും, നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും, unless and until they experience it, they will not understand the reality. So ഇവിടെ
ഒരുപാട് മിസ്ഫോർച്യൂണുള്ള ആളുകളുണ്ട്, കൈയില്ലാത്ത, കാലില്ലാത്ത, കണ്ണില്ലാത്ത, ചെവി കേൾക്കാത്ത ആളുകളുണ്ട്. സോ ഈ ആളുകളുടെ മിസ്ഫോർച്യൂൺ, ദുരവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ഇത് അനുഭവിപ്പിക്കും, ഇത് എക്സ്പീരിയൻസ് ചെയ്യിക്കും. അതാണ് ആ സ്കൂളിലെ സിസ്റ്റം. സർ എന്ന് വെച്ചാൽ ഈ സ്കൂളിലെ കുട്ടികളുടെ കണ്ണൊക്കെ മുറിച്ച് കളയുക, ചെവിടെ കറുത്ത് കളയുന്നാണോ? അല്ലാന്നേ. പിന്നെയോ, ഇൻ ദ ടേം എവറി ചൈൽഡ് ഹാഡ് വൺ ബ്ലൈൻഡ് ഡേ. എല്ലാ കുട്ടികൾക്കും ഒരു ടേമിൽ ഒരു ദിവസം എന്തായിരിക്കും? ബ്ലൈൻഡ് ഡേ ആയിരിക്കും. ആൻഡ് ഒരു ദിവസം എന്തായിരിക്കും? ലെയിം ഡേ. മുടന്തി നടക്കണം. ഒരു ദിവസം ഒരു കണ്ണ് കെട്ടി കണ്ണ് കാണാത്ത ആളെ പോലെ ജീവിക്കണം. പിന്നെയോ, ചെവി അടച്ച് ചെവി കേൾക്കാത്ത ആളെ പോലെ ഡഫ് ഡേ ആയിരിക്കും. ചില ദിവസം എന്തായിരിക്കും? ഡം ഡേ. ഒന്നും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. സോ ഇങ്ങനെ ഓരോ ടേമിലും, അല്ലെങ്കിൽ ഒരു ടേമില് എല്ലാ കുട്ടികളും ഒരു ദിവസമെങ്കിലും ഒരു ബ്ലൈൻഡ് ഡേയും, ഒരു ഡഫ് ഡേയും, ഒരു ഡം ഡേയും, ഒരു ലെയിം ഡേ ഒക്കെ എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് ചെയ്യണം, അനുഭവിക്കണം എന്നുള്ളതാണ് ആ സ്കൂളിന്റെ സിസ്റ്റം. അത് ഫോഴ്സ് ചെയ്യുന്നൊന്നുമല്ല, കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ആ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, ഓൺ എ ബ്ലൈൻഡ് ഡേ, ഒരു ബ്ലൈൻഡ് ഡേയുടെ സമയത്ത്, അതായത് കണ്ണ് കാണാത്ത ദിവസം, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് അടച്ച് മൂടിക്കെട്ടി നിങ്ങൾ ജീവിക്കേണ്ട ദിവസം ഉണ്ടല്ലോ കുട്ടികൾക്ക്, ആ ബ്ലൈൻഡ് ഡേയില് their eyes were bandaged. അവർ ഐസ് എന്ത് ചെയ്യും? അവർ ഐസ് ബാൻഡേജ് ചെയ്യും, അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യും? ബാൻഡേജ് ചെയ്യും. they did everything with the help of other children. and അവർക്ക് നടക്കാനോ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒരു സ്ഥലത്തേക്ക് പോകാനോ ഒന്നും പറ്റില്ല. so they did everything. അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് with the help of other children, ബാക്കിയുള്ള കുട്ടികളുടെ കൂടെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ എന്ത് പഠിക്കുകയാണ്? ഹ്യൂമാനിറ്റി പഠിക്കുകയാണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യാണ്. ഇറ്റ് വാസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ദ ബ്ലൈൻഡ് ആൻഡ് ദ ഹെൽപ്പേഴ്സ്. ഞാൻ പറഞ്ഞു അല്ലേ, ഇത് എഡ്യൂക്കേറ്റീവ് ആണ്, ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ആർക്ക്? രണ്ടുപേർക്കും, ബോത്ത്. ആർക്കാണ്? ഒന്ന് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെ, ആ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് പഠിക്കാൻ പറ്റും. പിന്നെയോ ദ ഹെൽപ്പേഴ്സ്, അവരെ സഹായിക്കുന്ന കുട്ടികളുണ്ടല്ലോ, എങ്ങനെയാണ് ആളുകളെ സഹായിക്കേണ്ടതെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനിയോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? മിസ് ബീം ടോൾഡ് ദ ഓതർ ദാറ്റ് ദ ബ്ലൈൻഡ് ഡേ വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ ചിൽഡ്രൻ. മിസ് ബീം ഓതറോട് പറയാണ്, കുട്ടികൾക്ക് ബ്ലൈൻഡ് ഡേ ഭയങ്കര എന്താണ്? ഡിഫിക്കൽട്ട് ആണ്. ബട്ട് സം ഓഫ് ദ ചിൽഡ്രൻ ഫിയർ ദ ഡം ഡേ. അല്ലെ, എന്നെ പോലെയുള്ള ചില കുട്ടികളൊക്കെ ഉണ്ടാവും, സദാ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, സംസാരിക്കാതെ ജീവിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. സോ അത് പറയുന്നത് സം ഓഫ് ദ ചിൽഡ്രൻ, ചില കുട്ടികൾ എന്തിനു ഭയന്നു? ഡം ഡേ, സംസാരിക്കാൻ പറ്റാത്ത ദിവസം ഉണ്ടല്ലോ, അതിന് ഭയന്നു. ഓൺ എ ഡം ഡേ ദ ചൈൽഡ് ഹാഡ് ടു എക്സസൈസ് വിൽ പവർ. അല്ലെ, ബ്ലൈൻഡ് ഡേ, സോറി ഡം ഡേയുടെ അന്ന് കുട്ടികൾക്ക് തങ്ങളുടെ വിൽ പവർ, തങ്ങളുടെ ആത്മധൈര്യം, മനോവീര്യം എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താ? ബിക്കോസ് ദ മൗത്ത് വാസ് നോട്ട് ബാൻഡേജഡ്. കണ്ണ് ബാൻഡേജ് ചെയ്തുകൊണ്ട് നമ്മൾ കാണില്ല, നമുക്ക് തുറന്നു നോക്കിയാലൊന്നും കാണില്ല. പക്ഷേ ഡം ഡേയുടെ അന്ന് നിങ്ങളുടെ മൗത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാൻഡേജ് ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു കീപ് യുവർ മൗത്ത് ഷട്ട് എവറി ടൈം. എവറി ടൈം യു വാണ്ട് ടു സ്പീക്ക്, യു ഹാവ് ടു കൺട്രോൾ യുവർ സെൽഫ്. അല്ല, ഇനി നോക്ക്, മിസ് ബീം ഇൻട്രൊഡ്യൂസ്ഡ് ദ ഓതർ ടു എ ഗേൾ. സോ അങ്ങനെ അവരിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മിസ് ബീം ഓതർക്ക് ഒരു ഗേളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു, പരിചയപ്പെടുത്തി കൊടുത്തു. എ ഗേൾ ഹൂസ് ഐസ് വർ ബാൻഡേജഡ്. ആ കുട്ടിയുടെ കണ്ണുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാൻഡേജ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കുട്ടി ഏത് ഡേയിലാണുള്ളത്? ആ കുട്ടിയുടെ ബ്ലൈൻഡ് ഡേയിൽ. വെരി ഗുഡ്. ദ ഓതർ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ എവർ പീപ്പിൾഡ്. നിങ്ങളായിരുന്നെങ്കിൽ ചെയ്യില്ലേ? ഓതർ അവളോട് ചോദിക്കുകയാണ്, ഇഫ് ഷീ എവർ പീപ്പിൾഡ്, നീ എപ്പോഴെങ്കിലും നിന്റെ ബ്ലൈൻഡ് ഡേയിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈ ബാൻഡേജ് താത്തിയിട്ട് പീപ്പ് ചെയ്തിട്ടുണ്ടോ? ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഷീ ടോൾഡ് ഹിം ദാറ്റ് ഇറ്റ് വുഡ് ബി ചീറ്റിംഗ്. കുട്ടികളാണ്, ജെനുവിനാണ്. അവൾ പറഞ്ഞു, മാമ അങ്ങനെ ചെയ്തത് എന്താണ്? അത് ചീറ്റിംഗ് ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. She also told the author that she had no idea of the difficulties of the blind. She told, ആ കുട്ടി ഉണ്ടല്ലോ, ബ്ലൈൻഡ് ഒബ്സർവ് ചെയ്യുന്ന കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഓതറിനോട് പറഞ്ഞു, ഷീ ഹാഡ് നോ ഐഡിയ, അവൾക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ട്. ഷീ ഹാഡ് നോ ഐഡിയ ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ബ്ലൈൻഡ്. ഒരു അന്ധനായ ആളുടെ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച്, ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഉണ്ട്. All the time she feared that she was going to be hit by something. അല്ലെ, ഈ ബ്ലൈൻഡിൽ എല്ലാ സമയത്തും അവൾ എന്താണ് ഫിയർ ചെയ്ത് ഭയപ്പെട്ടിരുന്നത്? she was going to be hit by something. എന്തെങ്കിലും ഒന്നിൽ അവൾ പോയി ഹിറ്റ് ചെയ്യും, ഇടിക്കുമെന്ന് അവൾ പേടിച്ചു. ഇനി ലാസ്റ്റ് പാർട്ട്, കുഞ്ഞു പാർട്ട്. The writer praises Miss Beam's system of education. So writer ആയിട്ടുള്ള E.V. ലൂക്കാസ് മിസ് ബീമിന്റെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? പ്രൈസ് ചെയ്യുന്നു, പുകഴ്ത്തുന്നു. പ്രൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പുകഴ്ത്തുക, പ്രകീർത്തിച്ചു. അല്ലെ, he felt that as a guide to the blind girl, he became more thoughtful. അല്ലെ, കുറച്ചു നേരം ആ ബ്ലൈൻഡ് ഗേളിന്റെ ഗൈഡായി, വഴികാട്ടിയെ നടന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തായി തോന്നി? ഞാൻ കുറച്ചുകൂടെ തോട്ട്ഫുൾ ആയതുപോലെ, ഞാൻ ആളുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ചിന്തിക്കുന്ന, ശ്രദ്ധയുള്ള, അലിവുള്ള, ആർദ്രതയുള്ള, കൺസിഡറേറ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് അയാൾക്ക് തോന്നുകയാണ്.
He was full of praise for Miss Beam's system of education. സോ അതിന് അദ്ദേഹം വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അല്ലാതെ എന്ത് ചെയ്തു, ഈ മിസ് ബീമിന്റെ സിസ്റ്റത്തെ പ്രൈസ് ചെയ്തു, പുകഴ്ത്തി. വിച്ച് മെയ്ഡ് ദ സ്റ്റുഡൻറ് സിംപത്തറ്റിക് ആൻഡ് കൈൻഡ്. ഈ സിസ്റ്റം കുട്ടികളെ എന്താക്കുന്നുണ്ട്? സിംപത്തറ്റിക് ആക്കുന്നുണ്ട്, കരുണയുള്ള ആർദ്രതയുള്ള ആളുകളാക്കുന്നുണ്ട്, കൈൻഡ് ആക്കുന്നുണ്ട്, ദയുള്ള ആൾക്കാരാക്കി മാറ്റി തീർക്കുന്നുണ്ട്. ദ റൈറ്റർ ഹിംസെൽഫ് ഹാഡ് ബിക്കം മെനി ടൈംസ് മോർ തോട്ട്ഫുൾ. മാത്രമല്ല ഈ ഷോർട്ട് ടൈമിലുള്ള എക്സ്പീരിയൻസിൽ, ഈ കുഞ്ഞു സമയത്തെ അനുഭവത്തിൽ റൈറ്റർ പോലും എന്തായി, കുറെ എന്തായി, thoughtful ആയി എന്ന് റൈറ്റർ പറയുന്നു. ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് തിങ്. ദ ഐഡിയ ഓഫ് മിസ് ബീം സ്കൂൾ ഈസ് ദാറ്റ്, മിസ് ബീമിന്റെ സ്കൂളിന്റെ ഐഡിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് ചിൽഡ്രൻ ഗുഡ് ഹ്യൂമൻ ബീയിങ്സ്. വിദ്യാഭ്യാസം കുട്ടികളെ നല്ല ഹ്യൂമൻ ബീയിങ്സ് ആക്കണം, നല്ല മനുഷ്യരാക്കണം. പിന്നെയോ ദയുള്ള, കൈൻഡ് ആയിട്ടുള്ള, കൺസിഡറേറ്റ് ആയിട്ടുള്ള, സിംപത്തറ്റിക് ആയിട്ടുള്ള പൗരന്മാരാക്കി മാറ്റണം, സിറ്റിസൺസ് ആക്കി തീർക്കണം. ആൻഡ് ഇത്രേ ഉള്ളൂ എന്ത് ഈ ചാപ്റ്റർ. നിങ്ങൾ ഒരു തവണയെങ്കിലും ആ ചാപ്റ്റർ ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ വേണ്ടി പറ്റും. ആൻഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗംഭീരമായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. Until then, this is Nasser Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചർ സാർ, signing off from Xylem Learning. Happy learning everybody. Thank you for watching.